പ്രിയപ്പെട്ടവരെ, കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാറുണ്ടെന്ന് GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ള. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. മെസ്സിയും അർജന്റീന ടീമും മാർച്ചിൽ സ്റ്റേഡിയത്തിൽ കളിക്കും. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ചന്ദ്രൻ പിള്ള പറഞ്ഞു. കേൾക്കാം. അർജന്റീന ടീം കൊച്ചിയിൽ വന്നൊരു കളി കളിക്കട്ടെ എന്ന് അതിനെ സഹായിക്കല്ലായിരിക്കും. നിങ്ങൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചില്ല, വായിക്കണം. ദിവസം വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്തൂടെ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല, നടക്കും. കളിയും നടക്കും. ISLൻ്റേത് ഡിസംബറിൽ നടക്കും. അതിനുശേഷം മാർച്ചിൽ ഇത് നടക്കും. അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം നടക്കില്ല. നടക്കുന്നതല്ല ഞങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയോടുകൂടിയാണ്. അലി അക്ബഷയുണ്ട്. അലി അക്ബഷ, എന്താണ് GCDA ചെയർമാൻ പറയുന്നത്? വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടക്കുമ്പോഴാണ് GCDA ചന്ദ്രൻ പിള്ള വളരെ വ്യക്തമായി തന്നെ പറയുന്നത് തന്നിഷ്ടപ്രകാരം ഒന്നും നടന്നിട്ടില്ല. GCDAയുടെ അറിവോടുകൂടി മാത്രമാണ് അവിടെ നടന്നത്. ISL കളിക്കും മാറ്റമുണ്ടാവില്ല എന്ന് GCDA പറയുന്നു, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും ഫിഫയുടെ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രശ്നം മാത്രമാണ് ഈ മെസ്സിയും അർജന്റീന സംഘവും കേരളത്തിലേക്ക് എത്തുന്നതിൽ ഒരു ഡിലേ വരാൻ കാരണമായുള്ളത്. സാങ്കേതികമായി വന്ന വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ മെസ്സി വരും, അർജന്റീന ടീം വരും എന്നത് വ്യാജ പ്രചരണമായിരുന്നു. അതിൽ സ്പോൺസറുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നെല്ലാമുള്ള വലിയ രീതിയിലുള്ള മാധ്യമ പ്രചാരണങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ കരാറില്ലാതെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം സ്പോൺസർ നടത്തിയെന്ന വ്യാപകമായ പ്രചരണമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളെയും ഈ പറഞ്ഞ വ്യാജ പ്രചരണങ്ങളെയും തള്ളിക്കളയുകയാണ് GCDA ചെയർമാൻ ചന്ദ്രൻ. കൃത്യമായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്പോൺസർ ഈ പറഞ്ഞ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല സ്റ്റേഡിയം. പൂർണ്ണമായും GCDAയുടെ നിയന്ത്രണത്തിലും അനുമതിയിലും മാത്രമേ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായി കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതുവരെയും അവിടെ പ്രവർത്തനങ്ങൾ സ്പോൺസർ നടത്തിയിട്ടുള്ളൂ എന്നത് GCDA ചെയർമാൻ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ മാർച്ചിൽ മെസ്സിയും അർജന്റീന സംഘവും കേരളത്തിലേക്ക് എത്തും. അതിനു മുൻപ് ഫിഫയുടെ റെഗുലേഷൻ അനുസരിച്ചുള്ള നിലയിലേക്ക് സ്റ്റേഡിയം മാറ്റും എന്നും ഉറപ്പിച്ചു പറയുകയാണ് GCDA ചെയർമാൻ. ആ നിലയിൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നും അതിന് തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. കസേര സംവിധാനങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ലൈറ്റ് സംവിധാനങ്ങൾ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിച്ച് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറിയതുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ GCDA ചെയർമാൻ ഉന്നയിച്ചിരിക്കുന്നത്. ക്രിമിനൽ കുറ്റമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര നിലവാരത്തിൽ സൂക്ഷിക്കുന്ന ടർഫ് ഉൾപ്പെടെ ഉള്ളതാണ്. അവിടേക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ അതിനെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് GCDA ചെയർമാൻ മാധ്യമങ്ങളെ കണ്ടതും. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരായിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലേക്ക് ആ നിലയിൽ അനുമതിയില്ലാതെ കയറരുത് എന്ന് പറഞ്ഞിട്ടും കയറിയത്. അതുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനവും GCDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു GCDA ചെയർമാൻ, കരാറില്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടില്ല. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കൃത്യമായ കരാറടിസ്ഥാനത്തിലാണ്. നവംബർ 30 വരെയാണ് കരാറെന്നും 30-നുള്ളിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്നും സ്പോൺസർ റിപ്പോർട്ടർ MT ആന്റോ ഓഗസ്റ്റിൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയതാണ്. എന്തായാലും അത് തന്നെ ഉറപ്പിച്ചു പറയുന്നു GCDA ചെയർമാനും. കരാർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. മാർച്ചിൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അരുൺ.